السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സൂക്ഷിക്കണമെന്നുണർത്തി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ അതിമഹനീയമായ അത്യുത്തമമായ നാമങ്ങളിൽ അർ-റബ്ബ് എന്ന നാമത്തെയാണ് നമ്മളിവിടെ സംസാര വിഷയമാക്കുന്നത്. അള്ളാഹുവിൻ്റെ അർ-റബ്ബ് എന്ന നാമം 900-ലേറെ പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴികളിലും ഏറെ വന്നിട്ടുള്ള ഒരു നാമമാണ് റബ്ബ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യുന്ന പ്രാർത്ഥനാ വചനങ്ങളിൽ ഏറെക്കുറെയെല്ലാം അത് റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ നാമം വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. ഇൻഷാ അല്ലാഹ് വഴിയെ അതിനെക്കുറിച്ചുള്ള പരാമർശം തുടരുന്നുണ്ട്. അർ-റബ്ബ് എന്ന് പറഞ്ഞാൽ ഭാഷാ പണ്ഡിതൻ ഇബ്നു മംബൂർ പറഞ്ഞു, അർ-റബ്ബ് യുത്ലഖു ഫിൽ ലുഗത്തി അലൽ മാലികി വസ്സയ്യിദി വൽ മുദബ്ബിരി വൽ മുറബ്ബി വൽ ഖയ്യിമി വൽ മുൻഇം. അർ-റബ്ബ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അത് അൽ മാലിക് ഉടമസ്ഥൻ, വസ്സയ്യിദ് യജമാനൻ, വൽ മുദബ്ബിർ നിയന്താവ്, വൽ മുറബ്ബി പരിപാലകൻ, വൽ ഖയ്യിം നിയന്ത്രിക്കുന്നവൻ, വൽ മുൻഇം അനുഗ്രഹമരുളുന്നവൻ. ഈ അർത്ഥങ്ങളിലൊക്കെ അർ-റബ്ബ് എന്ന് ഭാഷയിൽ പ്രയോഗിക്കും. ഈ ഭാഷാപ്രയോഗങ്ങൾ എന്തർത്ഥമാക്കുന്നുവോ അതുതന്നെയാണ് സാങ്കേതികമായി അർ-റബ്ബ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വർ-റബ്ബ് ഹുവല്ലദീ യുറബ്ബി അബ്ദഹു. അർ-റബ്ബായ അല്ലാഹു അവൻ തൻ്റെ ദാസനെ പരിപാലിക്കുന്നു. ഫയുഅ്തിയഹു ഖൽഖഹു, ആ ദാസന് ആ ദാസൻ്റെ സൃഷ്ടിപ്പ് നൽകി. സുമ്മ യഹ്ദീഹി ഇലാ ജമീഇ അഹ്വാലിഹി, ദാസനെ സൃഷ്ടിച്ച് ദാസൻ്റെ മുഴുവൻ അവസ്ഥകളിലും ആ ദാസന് മാർഗം കാണിച്ച് എങ്ങനെ ദാസനെ പരിപാലിക്കുന്നുവോ ആരാണോ പരിപാലിക്കുന്നത് അവനാണ് റബ്ബ്.
ഒരാൾക്ക് ജന്മം നൽകിയിട്ട് മുഴുവൻ അവസ്ഥകളിലും ആ ദാസന് മാർഗം കാണിക്കുക. ഇതാണ് റബ്ബിൻ്റെ പ്രത്യേകത. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുഴുവൻ അവസ്ഥകളിലും നമുക്ക് മാർഗദർശനം അരുളുന്നവനാണ്. നമ്മളുടെ ഭൗതിക ജീവിതം ഇവിടെ നിലനിൽക്കുന്ന വിഷയങ്ങളിൽ മാത്രമല്ല, പ്രത്യുത നമ്മളുടെ ഇഹപര വിജയങ്ങൾക്കും ഇഹത്തിലെയും പരത്തിലെയും ക്ഷേമങ്ങൾക്കും അനിവാര്യമായ ഇബാദത്തുകൾ എന്താണ്, പുണ്യപ്രവൃത്തികൾ എന്താണ്, സന്മാർഗ ചര്യകളും വഴികളും ഏതാണ്, ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അരുളിയ കൽപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അർ-റബ്ബ് എന്ന നാമം. ആ നാമം അർത്ഥമാക്കുന്നത് അതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ എതിരാളികളോട് ചോദിച്ചില്ലേ, അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വ ആബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങളും നിങ്ങളുടെ പൂർവ്വ പിതാക്കളും ആരാധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെല്ലാം എൻ്റെ ശത്രുക്കളാണ്, റബ്ബുൽ ആലമീൻ ഒഴിച്ച്, ലോകരുടെ റബ്ബായ അള്ളാഹു ഒഴിച്ച്, റബ്ബുൽ ആലമീൻ ഒഴിച്ച്. ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത സകലവുമാണ്. അള്ളാഹു അല്ലാത്ത സകലത്തിൻ്റെയും റബ്ബ് അത് അള്ളാഹുവാണ്. ഈ റബ്ബ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എൻ്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് റബ്ബിൻ്റെ സവിശേഷത എണ്ണുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ റബ്ബ്? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗം കാണിക്കുന്നവനാണ് അവൻ. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാകുന്നു എനിക്ക് അന്നം നൽകുന്നത്, എനിക്ക് പാനം ചെയ്യുവാൻ പാനജലം നൽകുന്നവൻ, എന്നെ കുടിപ്പിക്കുന്നവൻ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് സൗഖ്യം ശമനം നൽകുന്നത് അവനാകുന്നു. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, അവനാകുന്നു എന്നെ മരിപ്പിക്കുകയും എനിക്ക് ജീവനിടുകയും ചെയ്യുന്നവൻ. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ അന്ത്യനാളിൽ എൻ്റെ പാപങ്ങൾ അവന് പൊറുക്കുമെന്ന് ഞാൻ പ്രതീക്ഷ വെക്കുന്നവൻ അവനാകുന്നു. അപ്പോൾ ആരാ റബ്ബ്? റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും മുഴുവൻ അവസ്ഥകളിലും മാർഗദർശനം അരുളുന്നവനും ആരാണോ അവനാകുന്നു റബ്ബ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വർ റബ്ബ് ഹുവ സയ്യിദുൽ മാലികുൽ മുൻഇമുൽ മുറബ്ബി വൽ മുസ്ലിഹ് വല്ലാഹു ഹുവ റബ്ബ് ബിഹാദിഹിൽ ഇഅ്തിബാറാത്തി കുല്ലിഹാ. റബ്ബ് എന്ന് പറഞ്ഞാൽ അവനാകുന്നു യജമാനൻ, ഉടമസ്ഥൻ, അനുഗ്രഹദാതാവ്, പരിപാലകൻ, കാര്യങ്ങൾ നോക്കുന്നവൻ. ഈ പരിഗണനയിലെല്ലാം അള്ളാഹു മാത്രമാകുന്നു റബ്ബ്. വലാ യുത്ലഖു ഗൈറു മുദാഫിൻ ഇല്ലാ അലല്ലാഹ് വലാ യുത്ലഖു, റബ്ബ് എന്ന പേര് പറയപ്പെടില്ല മുദാഫില്ലാതെ, നിരുപാധികമായിട്ട് അള്ളാഹുവിനല്ലാതെ. എന്നാൽ റബ്ബ് എന്നുള്ളത് ചിലപ്പം അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കും, അപ്പോൾ അവർ മുദാഫായിട്ടേ പറയപ്പെടൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അർ റബ്ബ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രം. എന്നാൽ ചിലരെ കുറിച്ച് റബ്ബ് എന്ന് പറയും, അത് ഇദാഫത്തോടു കൂടിയാണ്. ഇപ്പം റബ്ബുദ്ദാർ, വീടിൻ്റെ ഉടമ, ഇങ്ങനെ പറയും. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ട് ജയിൽ പുള്ളികൾക്ക്. അതിലൊരാളോട് പറയുമ്പോൾ പറയണത് എന്താ? അമ്മ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറ എന്നാണ്. നിങ്ങൾ രണ്ടിലൊരാൾ തൻ്റെ റബ്ബിന്, അവിടെ റബ്ബെന്ന് പറഞ്ഞാൽ തൻ്റെ യജമാനന് എന്നാണ്, സയ്യിദിന് വീഞ്ഞ് പകർന്നു കൊടുക്കും എന്നാണ്. അവിടെ അർ-റബ്ബ് എന്നല്ല, പിന്നെ റബ്ബഹു എന്നാണ്, തൻ്റെ റബ്ബിന്. അങ്ങനെ ഇദാഫത്ത് ചെയ്ത് മറ്റൊന്നിലേക്ക് ചേർത്തുകൊണ്ട് മാത്രമേ റബ്ബിനെ സൃഷ്ടികളുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുള്ളൂ. അറബി ഭാഷയിലൊരു രസികൻ കവിത ഉണ്ട്, റബാബത്തു റബ്ബത്തുൽ ബൈത്തി
തസുബുൽ ഖല്ല ഫി സൈതി ലഹ അശറുൻ ദജാജാത്തുൻ വദീഖുൻ ഹസനു സൗതി. എന്താ റബാബ എന്ന് പറഞ്ഞ പെണ്ണ് റബ്ബത്തുൽ ബൈത്ത്, ഓള് ഗൃഹനാഥയാണ്. റബ്ബ് എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗാണ് റബ്ബത്ത്. അവളുടെ പ്രത്യേകത എന്താ? തസുബുൽ ഖല്ല ഫി സൈതി എന്നാണ്. എപ്പോഴും നെയ്യിൽ കൊണ്ടുപോയിട്ട് 37 സുർക്ക പാരുന്നാണ്, പൊട്ടത്തിയാണെന്ന് അർത്ഥം. ലഹ അശറുൻ ദജാജാത്തുൻ ഹസനു ദീഖുൻ ഹസനു സൗതി. ഓൾക്ക് 10 പടക്കോഴിയുണ്ട്, ഒരു പൂവൻകോഴിയുണ്ട്. ഏതായാലും കവിതയാണ് അത്. പക്ഷെ അവിടെ റബ്ബത്ത് എന്ന് പ്രയോഗിച്ച് എങ്ങനെയാണ്? ഇദാഫത്തോടു കൂടിയാണ് റബ്ബത്തുൽ ബൈത്ത്. ഇതേപോലെ റബ്ബിനെ പടപ്പുകളോട് ചേർക്കുമ്പോൾ ഇദാഫത്തായിട്ടാണ് പറയുക. അറബ് എന്ന് പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇതാണ് അതിൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. പക്ഷേ റബ്ബ് ദുനിയാവിൽ കുറേ നമ്മൾ കേൾക്കാറുണ്ട്, ഇന്നയാൾ റബ്ബാണ്, ഇന്നയാൾ റബ്ബാണ്, ഇന്നതിൻ്റെ റബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോട് കൂടിയിട്ട് വിശുദ്ധ ഖുർആനിൽ ആ റബ്ബിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം സൂറത്ത് അമ്മയിൽ നമ്മൾ റബ്ബി സമാവാതി വൽ അർളി വമാ ബൈനഹുമാ എന്താ? അർ-റഹ്മാൻ. വാനങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും റബ്ബ് അവൻ റഹ്മാനാകുന്നു എന്നാണ്, പരമകാരുണികനായ റബ്ബാകുന്നു എന്നാണ്. അതേപോലെ സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം. സ്വർഗവാസികൾ സ്വർഗത്തിലെത്തിയാൽ റഹീമായ റബ്ബിൻ്റെ അഭിസംബോധന അവർക്കെന്താ? സലാം എന്നാണ്, സമാധാനം എന്നാണ്. അവിടെ റബ്ബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനത്തെ റബ്ബാ? റഹീമായ റബ്ബ് എന്നാ പറഞ്ഞത്. അതേപോലെ വസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. നിന്റെ റബ്ബിൻ്റെ നാമം അതിനെ മഹത്വപ്പെടുത്താനും പരിശുദ്ധപ്പെടുത്താനും പറയാണ്. എങ്ങനെ റബ്ബിൻ്റെ പ്രത്യേകത പറഞ്ഞത്? റബ്ബിക്കൽ അദീം എന്നാണ്, മഹാനായ റബ്ബ് എന്നാണ്, മഹത്വമുടയവനായ റബ്ബ് എന്നാണ്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബി റബ്ബിക്കൽ കരീം. കണ്ടോ? യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, മാ ഗർറക, നിന്നെ ചതിയിലകപ്പെടുത്തിയത് എന്താണ്? ബി റബ്ബിക്കൽ കരീം, ബി റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ വിഷയത്തിൽ. നിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാ? അൽ കരീം, അത്യുദാരനായ റബ്ബാണ്, ഔദാര്യം അരുളുന്ന റബ്ബ് എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ റബ്ബ് എന്ന് പറഞ്ഞ് അറബ് എന്ന് അള്ളാഹ്ക്കേ പറയുള്ളൂ. പക്ഷെ എങ്ങനെയുള്ള റബ്ബാ വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട റബ്ബ്? റഹ്മാനായ റബ്ബ്, റഹീമായ റബ്ബ്, അദീമായ റബ്ബ്, അതേപോലെ കരീമായ റബ്ബ്. മറ്റു ചില സ്ഥലങ്ങളിൽ കാണാം അൽ അസീസുൽ ഗഫാർ, എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന, ഏറെ പൊറുക്കുന്നവനായ റബ്ബ്. സൂറത്ത് സബയിൽ പറഞ്ഞു ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, നല്ലൊരു നാട്. വറബ്ബുൻ ഗഫൂർ, ഗഫൂറായ റബ്ബ്. ഗഫൂറായ റബ്ബ് എന്ന് പറഞ്ഞാൽ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കുന്നവനായ റബ്ബ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റബ്ബ് എന്ന പേരുണ്ട്. ആ പേരുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബായ നമ്മുടെ അല്ലാഹു, അവനുള്ള പ്രത്യേകതകളാണ് വിശുദ്ധ ഖുർആനിൽ ഈ വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില തിരുമൊഴികൾ റബ്ബ് എന്ന പേര് അള്ളാഹുവിന് സ്ഥിരീകരിച്ചു കൊണ്ട് വന്നത് ചില ചരിത്ര സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായതിനാൽ നമുക്കതിൽ ചില പാഠങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ തിരുമൊഴികൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. മാലിക് ഇബ്നു സഅസഅ റളിയല്ലാഹു അൻഹുമ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് യാത്രയിൽ, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയാണ് മാലിക് ഇബ്നു സഅസഅ. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാവിൽ ആകാശാരോഹണം നടത്തിയപ്പോൾ ഫഅതൈതു അലാ മൂസ, ഞാൻ മൂസാൻ്റെ അടുക്കലേക്ക് ചെന്നു. ഫസല്ലംതു അലൈഹി, മൂസയോട് ഞാൻ സലാം പറഞ്ഞു. ഫഖാല, അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മർഹബൻ ബിക മിൻ അഖിൻ വ നബിയ്യിൻ, സ്വാഗതം, സഹോദരനാണ് പ്രവാചകനാണ്, അങ്ങനെയുള്ള മുഹമ്മദ് താങ്കൾക്ക് സ്വാഗതം. അങ്ങനെ ഫലമ്മ ജാവസ്തു ബക,
മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിട്ട് ഞാൻ അടുത്ത ആകാശത്തിലേക്ക് കടന്നപ്പോൾ ബക്ക മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞു. ഫഖീൽ, അപ്പോൾ ചോദിക്കപ്പെട്ടു, മ അബ്കാക്, മൂസ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മറുപടി ശ്രദ്ധിച്ചോളി. ഖാൽ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ റബ്ബ്, റബ്ബേ, ഹാദൽ ഗുലാം അല്ലദീ ബുഇസ ബഅദി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതിഹി അഫ്ദലു മിമ്മാ യദ്ഖുലു മിൻ ഉമ്മതി. യാ റബ്ബ്, റബ്ബേ, എൻ്റെ കാലശേഷം നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതിഹി, അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. അഫ്ദലു മിമ്മാ യദ്ഖുലു മിൻ ഉമ്മതി, എൻ്റെ ഉമ്മത്തികളായ ഇസ്രായേല്യരിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമമായ കൂടുതൽ ആളുകൾ എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അതിൽ കുണ്ഠിതപ്പെട്ട അല്ലെങ്കിൽ അതിൽ പ്രയാസപ്പെട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കരയുന്നത്. കാരണം ഇസ്രായേല്യരിൽ ഏറെ പ്രബോധനം നടത്തി, ഏറെ അവരെ ക്ഷണിച്ച് വിളിച്ച് ദഅവത്ത് നടത്തിയ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾ അവർ സ്വർഗത്തിൽ കുറവാണ്. ആരെ അപേക്ഷിച്ച്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളെ അപേക്ഷിച്ച്. അതുകൊണ്ടാണ് കരഞ്ഞത് ആര്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് മിഅ്റാജിൻ്റെ രാവിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ നോമ്പെടുത്ത് മിഅ്റാജ് രാവാണെന്ന് പറഞ്ഞിട്ട്. ഈ മിഅ്റാജ് രാവ് റജബ് 27-നാണ് എന്നുള്ളത് ചരിത്രപരമായിട്ട് സ്ഥിരപ്പെട്ട ഒരു വസ്തുതയേ അല്ല. മിഅ്റാജ് സംഭവിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജെറുസലേമിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അതാണ് നിശാപ്രയാണം, ഇസ്രാ. അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങൾക്കുപരിയിലേക്ക് അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊത്ത് ബുറുഅഖ് എന്ന വാഹനത്തിൽ. അതും ശരിയാണ്. നമസ്കാരം ആ രാവിലാണ് ഫർദാക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പല ദൃഷ്ടാന്തങ്ങളും ആ ആകാശ ആരോഹണ യാത്രയിൽ കാണുകയുണ്ടായി. അതൊക്കെ ശരിയാണ്. പക്ഷെ പ്രസ്തുത മിഅ്റാജ് എന്ന് സംഭവിച്ചു, അത് ഇന്ന രാവാണ് എന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ ബലപ്പെട്ട റിവായത്തില്ല. 10-ലേറെ അഭിപ്രായങ്ങൾ അൽ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ നൽകിയിട്ടുണ്ട്. റജബ് 27-നാണ് അത് നടന്നത് എന്നത് ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വിഷയം അല്ല, വാർത്തയല്ല. പിന്നെയോ ചരിത്ര റിപ്പോർട്ടുകൾ കൂട്ടിവെക്കുകയാണ് എങ്കിൽ മിഅ്റാജ് നടന്നത് ഒന്നുകിൽ ഒരു റമദാൻ മാസത്തിൽ ഒടുവിലാണ്, അല്ലെങ്കിൽ ശവ്വാലിൻ്റെ തുടക്കത്തിലാണ്. അതിൽ തന്നെയും ഏത് വർഷത്തിൽ, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹിജ്റക്ക് മുമ്പാണോ ശേഷമാണോ? ഹിജ്റക്ക് മുമ്പാണെങ്കിൽ തന്നെ അത് ഏത് വർഷത്തിലാണ്? പലരും അത് ഹിജ്റയുടെ നുബുവത്തിൻ്റെ 10ാമത്തെ വർഷം ആണ് എന്നുള്ളതാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷമാണ് മിഅ്റാജ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത് റമദാൻ മാസത്തിലാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന നാളിൽ നമസ്കാരം 5 വക്തായിട്ട് ഫർളാക്കിയിട്ടില്ല. അവരുടെ വിയോഗാനന്തരാണ് മിഅ്റാജ് സംഭവിച്ചിട്ടുള്ളത്. അത് ഏത് ദിവസം, ഏത് രാവിൽ, അത് നിർണയിക്കപ്പെട്ട ഒരു സഹീഹായ റിവായത്ത് ആ വിഷയത്തിലില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മിഅ്റാജിൻ്റെ രാവ് ഇന്ന രാവാണെന്ന് പറഞ്ഞ് ആ രാവിലെ ഒരു പ്രത്യേക ചീരണിയും ഒരു പ്രത്യേക കർമ്മങ്ങളും അതിൻ്റെ പകലിൽ ഒരു പ്രത്യേക നോമ്പ് മുസ്ലിമീങ്ങൾ കൊണ്ടു നടക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങനെ ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഒരു പ്രത്യേക നോമ്പും ഒരു പ്രത്യേക ഇബാദത്തും. ചില പ്രത്യേക നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ആ രാവിലെ പ്രത്യേക കർമ്മങ്ങൾ, ചീരണി വിതരണം തുടങ്ങിയ പല ഘോഷങ്ങളുമുണ്ട്. അതിനൊന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു പ്രമാണം, മാതൃക സ്ഥിരപ്പെട്ടിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ചപ്പോൾ വിളിച്ചത് യാ റബ്ബ്, റബ്ബേ എന്നാണ്. എന്നിട്ടാണ് അദ്ദേഹം കരഞ്ഞതിൻ്റെ കാരണം ഉണർത്തുന്നത്. മറ്റൊരു ഹദീസ് അംർ ഇബ്നു അബസ പറഞ്ഞതായി അബൂ ഉമാമ അൽ ബാഹിലി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താ അംർ ഇബ്നു അബസ പറയുന്നത്? അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ നാസിലുൻ ബി ഉഖാദ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു.
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഖാദ് ചന്തയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഉഖാദ് ചന്തയിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഉഖാദ് ചന്ത എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ ഒരു മാർക്കറ്റാണ് മക്കയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ ചന്തയിൽ പോകാറുണ്ടായിരുന്നു. അവിടെ കൂടി ആളുകൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഹദീസ് ഒരു നീണ്ട ഹദീസാണ്. അതിൽ അംർ ബിൻ അബസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതായിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഫഹൽ മിൻ ദഅവത്തിൻ അഖ്റബു മിൻ ഉഖ്റ ഔ സഅത്തിൻ, ദുആ ചെയ്യുമ്പോൾ അള്ളാഹു കൂടുതൽ ഉത്തരമേകുന്ന വല്ല ദുആയുമുണ്ടോ, ദുആക്ക് കൂടുതൽ ഉത്തരം നൽകപ്പെടുന്ന വല്ല സമയവുമുണ്ടോ? അംർ ബിൻ അബസ ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എന്തിനാ ദുആ ചെയ്യുന്നത്? അള്ളാഹു കബൂലാക്കാനും അള്ളാഹു ഉത്തരം നൽകാനുമാണ്. അപ്പോൾ ഉത്തരമേകുന്ന വല്ല ദുആയുമുണ്ടോ, കൂടുതൽ ഉത്തരം ലഭിക്കുന്ന വല്ല സമയവുമുണ്ടോ എന്ന് അംർ ബിൻ അബസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ തിരുനബിയുടെ മറുപടി എന്താ? മറുപടി നഅം, അതെ. ഇന്ന അഖ്റബ മാ യകൂനു റബ്ബു മിനൽ അബ്ദി ജൗഫൽ ലൈലിൽ ആഖിർ. ഇന്ന അഖ്റബ മാ യകൂനു റബ്ബ് അല്ലാഹു, അവൻ ഒരു ദാസനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന സമയം അത് ജൗഫൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അന്ത്യയാമത്തിലാണ്, രാത്രിയുടെ അവസാന യാമത്തിലാണ്. എന്നിട്ട് തിരുനബി അംർ ബിൻ അബ്സയോട് പറയാണ്, ഫൈൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സാഅ ഫകുൻ. ആ സമയം അള്ളാഹുവിനെ സ്മരിക്കുന്നവരിൽ ഉൾപ്പെടുവാൻ നിനക്ക് സാധിച്ചാൽ ഫകുൻ, നീ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ദിക്റെടുത്ത് ആ സമയം കഴിച്ചു കൂട്ടുന്നവരിലായിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അർ-റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാസനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന സമയം രാത്രിയുടെ അവസാന സമയമാണ്, ഫജ്റിന്റെ തൊട്ട് മുമ്പുള്ള യാമം. അന്നേരം അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിച്ചാൽ നീ അള്ളാഹ്ക്ക് ദിക്റെടുക്കുക എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം ഇവിടെ അംർ ബിൻ അബ്സയോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റബ്ബായ അള്ളാഹു, ദാസനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം എന്നാണ്. അടുത്ത ഹദീസ് ഇമാം ബുഖാരി, ഇതിനു മുമ്പത്തെ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് ഇബ്നു അബ്ബാസിൽ നിന്ന്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇന്ന മൂസ ഖാമ ഖതീബൻ ഫി ബനി ഇസ്രായീൽ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിൽ ഒരു പ്രാസംഗികനായിട്ട് നിന്നു. ഫസുഇൽ അയ്യുന്നാസി അഅലം. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആൾ ആരാണ്, പണ്ഡിതൻ ആരാണ്? ഫഖാൽ, അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനാണ്. കാരണം എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. അപ്പോൾ ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള ആരാണ്? നബിയാണ്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഞാനാണ് എന്ന് പറഞ്ഞു. ഫഅതബല്ലാഹു അലൈഹി ഇദ് ലം യറുദ്ദൽ ഇൽം ഇലൈഹി. അറിവ് അള്ളാഹുവിലേക്ക് മടക്കാത്തതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് ഗുണദോഷിച്ചു. അള്ളാഹു ആലം എന്ന ആ പ്രയോഗം, ഒരു മര്യാദയുടെ പ്രയോഗം, അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നുണ്ടായില്ല. അതിൻ്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ ഗുണദോഷിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫഔഹല്ലാഹു ഇലൈഹി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഒരു വഹി നൽകി. ഇന്നലി അബ്ദൻ ബി മജ്മഉൽ ബഹ്റൈൻ. മജ്മഉൽ ബഹ്റൈൻ എന്നിടത്ത് എനിക്കൊരു ദാസനുണ്ട്. ഹുവ അഅലമു മിൻക്. മൂസ, താങ്കളേക്കാൾ അറിവുള്ള ആൾ അദ്ദേഹമാണ്. ഖാല മൂസ. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, യാ റബ്ബ് ഫകൈഫ ലീ ബിഹി. റബ്ബേ, എങ്ങനെയാണ് എന്നേക്കാൾ അറിവുള്ള ആ വ്യക്തിയുടെ അടുക്കൽ ഞാൻ എത്തുക? ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ വിളിച്ചത് എങ്ങനെയാണ്? യാ റബ്ബ് എന്നാണ്.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി, തഅകുലു മഅക ഹൂതൻ ഫതജഅലു ഫീ മിക്തൽ ഫഹൈസുമാ ഫഖത്തൽ ഹൂത് ഫഹുവ സം. ഒരു മത്സ്യം എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൊട്ടയിലിടുക, എന്നിട്ട് പോവുക. എവിടെ വെച്ചാണ് മത്സ്യം നഷ്ടപ്പെടുന്നത്? ഫഹുവ സം, ആ വ്യക്തി ആ മത്സ്യം നഷ്ടപ്പെട്ട സ്ഥലത്തായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി. സൂറത്തുൽ കഹ്ഫിൽ നമ്മളെല്ലാവരും സൂറത്തുൽ കഹ്ഫ് ഓതിയില്ല വെള്ളിയാഴ്ചയെല്ലാം. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതൽ പ്രത്യേകം പുണ്യമുള്ള സംഗതിയാണ്. നമ്മൾ ഓതി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭൃത്യനോടൊന്നിച്ച് യൂഷ ബിൻ നൂനോടൊന്നിച്ച് യാത്ര പോയതും അങ്ങനെ മത്സ്യം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവം സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ചതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ റബ്ബ് കൈഫ ലീ ബിഹി. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഖദിറിനെ എങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാൻ, അദ്ദേഹത്തോട് ഒത്തെത്താൻ എങ്ങനെ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. മറ്റൊരു ഹദീസ്, വഷ്തകത്തിന്നാറു ഇലാ റബ്ബിഹാ ഫഖാലത് യാ റബ്ബ് അകല ബഅദി ബഅദാ. ചൂട് അതിൻ്റെ കാഠിന്യം അനുഭവിക്കുന്ന അവസ്ഥയിലാണെന്ന് നമ്മളൊക്കെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആഖിറത്തിലെ നാറിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, വഷ്തകത്തിന്നാർ ഇലാ റബ്ബിഹ, നരകം അള്ളാഹുവിനോട് ആവലാതിപ്പെട്ടു. എന്താ നരകം അള്ളാഹുവിനോട് ആവലാതിപ്പെട്ട്? ഇലാ റബ്ബിഹ നാം തൻ്റെ റബ്ബിനോട് ആവലാതിപ്പെട്ട്. യാ റബ്ബ്, റബ്ബേ അകല ബഅദി ബഅദാ. നരകം പറയാണ്, എൻ്റെ ചില ഭാഗങ്ങൾ ചില ഭാഗത്തെ തിന്നാണ്. താപത്തിൻ്റെ ചൂടിൻ്റെ കാഠിന്യത്താൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹി അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദിന ലഹാ ബിനഫസൈൻ, രണ്ട് നിശ്വാസത്തിന് അള്ളാഹു നരകത്തിന് അനുവാദം നൽകി എന്നാണ്. ഇവിടെ നരകം അതിൻ്റെ റബ്ബിനോട് ആവലാതിപ്പെട്ടു. എങ്ങനെ ആവലാതിപ്പെട്ടു? യാ റബ്ബ്, റബ്ബേ അകല ബഅദി ബഅദാ, എൻ്റെ ചില ഭാഗത്തെ തിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞത്. അവിടെ റബ്ബിനെ വിളിച്ചുള്ള ആവലാതിപ്പെടലാണ് നമ്മൾ ഈ തിരുമൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇമാം മുസ്ലിം സുഹൈബിൻ റൂമിയിൽ നിന്ന് വിശദമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു അത്ഭുത ബാലൻ്റെ കഥ പറയുന്നു. ആ ബാലനെ ദിവ്യത്വം ബാധിച്ച ഒരു ഭരണാധികാരി വധിക്കാൻ പലതവണ ശ്രമിച്ചു. മലയുടെ മുകളിൽ കൊണ്ടുപോയി എറിഞ്ഞു കൊല്ലാൻ പക്ഷേ കഴിഞ്ഞില്ല. സമുദ്രമധ്യേ കൊണ്ടുപോയി വെള്ളത്തിലെറിഞ്ഞു കൊല്ലാൻ സാധിച്ചില്ല. അവസാനം ഈ കുട്ടി തന്നെ ആ ദുഷ്ടഭരണാധികാരിയോട് പറയാണ്. കാരണം ദുഷ്ടഭരണാധികാരിയുടെ പേടി ഈ കുട്ടി കാരണത്താൽ ജനസമൂഹം ഒന്നടങ്കം അയാളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കും എന്നുള്ളതാണ്. അതാണ് പേടി. കുട്ടിക്ക് വേണ്ടത് എന്താ? ഈ ലോകം ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടി പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ ജനങ്ങളെല്ലാവരെയും വിളിച്ചു നിരത്തി എന്നെ ഒരു സ്ഥലത്ത് നിർത്തി എൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്ന് പ്രഖ്യാപിച്ച് എൻ്റെ കഴുത്തിന് നേരെ അമ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റുന്ന. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി, ആബാലവൃതം ജനങ്ങൾ തടിച്ചുകൂടി, കുട്ടിയെ ഉയർത്തി നാട്ടി കുട്ടിയുടെ ആവനാഴിയിൽ നിന്നൊരമ്പെടുത്ത് അയാൾ അമ്പ് ചെയ്യാണ് കുട്ടിക്ക് നേരെ. എന്ത് പറഞ്ഞിട്ട്? കുട്ടി പറഞ്ഞ വചനം പറഞ്ഞിട്ട്, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. ആരാണ് അള്ളാഹു? റബ്ബിൽ ഗുലാം, കുട്ടിയുടെ റബ്ബായ, സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനുമായ റബ്ബായ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞ അമ്പ് ചെയ്ത് കുട്ടി. പക്ഷേ ആ ലോകം ഒന്നടങ്കം ഒരാൾ പോലും മറക്കാതെ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. രാജാവ് എന്താണോ ഭയന്നത് അത് നിമിഷങ്ങളിൽ
സംഭവിച്ചു. അതിനപ്പുറമാണ് ആ രാജാവ് കിടങ്ങ് കയറി ഈ വിശ്വാസികളെ മുഴുവൻ ആ കിടങ്ങിൽ ഇന്ധനമൊരുക്കി ചുട്ടുകൊന്നത്. ആ സംഭവമാണ് സൂറത്തുൽ ബുറൂജിലെ തുടക്കത്തിൽ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്നാണ് ആ കുട്ടി രാജാവിനോട് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് എന്നെ അമ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാനാവും എന്നാ പറഞ്ഞത്. അള്ളാഹു റബ്ബാണ് എന്നത് നിഷേധിച്ച് റുബൂബിയത്ത്, രക്ഷാകർത്തൃത്വം, റബ്ബ് ഞാനാണ് എന്ന് വാദിച്ചവർ ഈ ദുനിയാവിൻ്റെ പരപ്പിൽ കുറച്ചേ ഉള്ളൂ. കാടൻ അറബികൾ, ബഹുദൈവ വിശ്വാസികൾ വരെ അള്ളാഹുവാണ് സൃഷ്ടാവെന്നും പരിപാലകനെന്നും സമ്മതിച്ചിരുന്നു. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്, വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതാരെന്നും സൂര്യചന്ദ്രാദികളെ കീഴ്പ്പെടുത്തിയതാരെന്നും അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്, അള്ളയാണ് എന്ന്. അപ്പോൾ സൃഷ്ടി പരിപാലകൻ റബ്ബ് അത് അള്ളാഹു ആണ് എന്നുള്ള വിശ്വാസം ജാഹിലീയത്തിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അവരിലൊരു ന്യൂനപക്ഷമാണ് അതിൽ നിഷേധികളായത്. അൻതറ ഇബ്നു ഷദ്ദാദ് ജാഹിലിയത്തിലെ ഒരു കവിയാണ്. വളരെ ആവേശോജ്വലമായ കവിതകൾ പാടുന്ന ഒരു കവിയാണ് അൻതറ. അദ്ദേഹത്തിൻ്റെതൊക്കെ ഹമാസത്താണ് എന്ന് പറഞ്ഞാൽ ആ കവിത കേട്ടിട്ടുണ്ടെങ്കിൽ രക്തം തിളക്കും. എല്ലാ മുന്നൊരുക്കത്തിനും ഏറ്റുമുട്ടലിനൊരു മനുഷ്യൻ തയ്യാറാവും. അങ്ങനത്തെ കവിതകളാണ് അൻതറ ഇബ്നു ഷദ്ദാദിൻ്റെ കവിതകൾ. അതിലൊരു കവിത യാ അബ്ലു ഐന മിനൽ മനിയതി മഹ്റബി ഇൻ കാന റബ്ബി ഫിസ് സമാഇ ഖദാഹ. അൻതറ പറയാണ്, ഇസ്ലാമിൻ്റെ മുമ്പാണത്, ജാഹിലിയത്തിലാണ്, ജാഹിലി കവിയുമാണ് അൻതറ. എന്താ പറയുന്നത്? യാ അബുലെ ഐന മിനൽ മനിയതി മഹ്റബി, മരണത്തിൽ നിന്ന് എനിക്ക് ഓടി രക്ഷപ്പെടാൻ എവിടെയാണ് സ്ഥലമുള്ളത്? മരണത്തിൽ നിന്ന് എവിടേക്ക് ഞാൻ ഓടി രക്ഷപ്പെടും എന്ന് അൻതറ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇൻ കാന റബ്ബി ഫിസ് സമാഇ ഖദാഹ, ഇൻ കാന റബ്ബി, എൻ്റെ റബ്ബ് ഫിസ്സമാ, ആകാശത്തിനുപരിയിൽ, ഖദാഹ, എനിക്ക് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ. ഒരു ജാഹിലി കവി പറയാ എന്ത്? ആകാശത്തിനുപരിയിൽ വെച്ച് എൻ്റെ റബ്ബ് എനിക്ക് മരണം വിധിച്ചിട്ടുണ്ട് എങ്കിൽ ആ മരണത്തിൽ നിന്ന് എവിടെ ഓടിപ്പോകാനാണ് എന്ന്. അപ്പോൾ ഈ ജാഹിലി കവിൻ്റെ അള്ളാഹു എവിടെ എന്നുള്ള വിശ്വാസം എന്താ? അള്ളാഹു എവിടെ? എല്ലായിടത്തും അല്ല, അള്ളാഹു ആകാശത്തിനുപരിയിലാണ്. ഇൻകാന റബ്ബി, എൻ്റെ റബ്ബ് എന്നാ പറഞ്ഞത്. അപ്പം റബ്ബ് ആരാ? ആ അന്തരക്ക് മരണം വിധിച്ചവൻ ആരാണോ അവനാണ്. അപ്പം റബ്ബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ആ നിലക്ക്, അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, രക്ഷാകർത്തൃത്വം അംഗീകരിക്കുന്ന നിലക്ക് ജാഹിലിയത്തിൽ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഫിർഔൻ കടുത്ത അഹങ്കാരിയായിരുന്നു. ഫിർഔൻ ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച്. ഫിർഔൻ എന്താ ഗർജിച്ചത്? അന റബ്ബുകുമുൽ അഅല, ഞാനാകുന്നു നിങ്ങളുടെ മേലായ റബ്ബ് എന്നാണ്. മേലായ റബ്ബ്. അതുകൊണ്ടാണ് മാഷിത എന്നവരുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഫിർഔൻ മാഷിതയോട് ഗർജിക്കുന്ന ഗർജനങ്ങളൊക്കെയും എന്താണ്? അലക്കി റബ്ബുൻ ഗൈരി, മാഷിത, നിനക്ക് ഞാനല്ലാതെ ഒരു റബ്ബുണ്ടോ എന്നാണ്. അപ്പോൾ ഫിർഔൻ അഹങ്കാരത്തിൻ്റെ മുൾമുനയിൽ നിന്ന് റുബൂബിയത്ത് വാദിച്ച്, ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച്, നിങ്ങൾക്ക് ഞാനല്ലാതെ ഒരു റബ്ബില്ല എന്ന് വാദിച്ച്. അതുകൊണ്ടാണ് മാഷിത്ത ഫിർഔൻ്റെ റുബൂബിയത്തിനെ, ഫിർഔൻ റബ്ബ് അല്ല എന്നത് തുറന്നു പറയുകയും അത് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയും അതിൽ അവർ അളവ് വ്യതിചലിക്കാതിരിക്കുകയും ചെയ്ത കാരണത്താലാണ് ഫിർഔൻ അവരെ വളരെ മോശമായിട്ട് വധിച്ചത്, അവരെയും അവരെ കുട്ടികളെയും. ഇമാം അഹ്മദ് മുസ്നദിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ സ്ത്രീ റബ്ബ് അല്ലാഹ് എന്ന് പറയാണ്. എങ്ങനെ പറയണത്? ഫിർഔൻ ചോദിക്കുകയാണ്, അലക്കി റബ്ബുൻ ഗൈരി, ഞാനല്ലാതെ ഒരു റബ്ബ് നിനക്കുണ്ടോ? അപ്പോൾ ആ സ്ത്രീ പറയാണ്, അവർ വീട്ടിലെ വൃത്തിയാണ്, ജോലിക്കാരിയാണ്.
റബ്ബീ വറബ്ബുക്കല്ലാഹ്, ഫിർഔൻ എൻ്റെയും നിൻ്റെയും റബ്ബ് അള്ളയാണ്. അവ വീണ്ടും ചോദിക്കും ഹൽ അൻതി മുൻതാഹിയ, വിരമിക്കാൻ തയ്യാറുണ്ടോ? അപ്പോഴും മാഷിത പറയും റബ്ബീ വറബ്ബുക് വറബ്ബു കുല്ലി ഷൈഇൻ, അല്ലാഹ് എൻ്റെയും നിൻ്റെയും മുഴുവൻ സൃഷ്ടിചരാചരങ്ങളുടെയും റബ്ബ് അള്ളയാണ്. അത് ഫിറൗന് തീരെ കേട്ടൂല. ഫിറൗൻ ഞാനാണ് റബ്ബ്, ഞാനാണ് റബ്ബ് എന്ന് ഗർജിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മാഷിത്തയെ പശുവിൻ്റെ ആകൃതിയിലുള്ള ഒരു നുഹാസിൻ്റെ പാത്രത്തിൽ, നുഹാസ് എന്നാണ് ചെമ്പിൻ്റെ പാത്രത്തിൽ, അത് ചൂടാക്കി അതിൽ വെള്ളം തിളപ്പിച്ച് അതിലെറിഞ്ഞ് അവരെയും അവരുടെ പിഞ്ചുമക്കളെയും മുലയൂട്ടുന്ന പൈതലിനെ പോലും ആ വെള്ളത്തിലെറിഞ്ഞിട്ട് ഫിറഔൻ വധിക്കുകയുണ്ടായത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗനോട് നടത്തിയ ദഅവത്ത് നമ്മൾ ഖുർആനിൽ വായിക്കുന്നുണ്ട്. എന്താ? മൂസയും ഹാറൂനും അലൈഹിം അസ്സലാം ഫിറൗൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ ഫിറൗൻ ഫമൻ റബ്ബുകുമായ മൂസ, മൂസ നിങ്ങളുടെയും ഹാറൂൻ്റെയും റബ്ബ് ആരാണ്? കണ്ടോ, റബ്ബ് ആരാണെന്നാ ചോദ്യം. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചു, ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ റബ്ബ് എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടിപ്പേകി അതിന് മാർഗം കാണിച്ചവൻ ആരാണോ അവനാണ്. മറ്റൊരിടത്ത് അള്ളാഹു പറയാണ്, ഖാല ഫിർഔനു വമാ റബ്ബുൽ ആലമീൻ, ഫിർഔൻ ചോദിച്ചു ആരാണ് റബ്ബുൽ ആലമീൻ? ഫിർഔന് മൂപ്പരതാകണം എന്നുള്ളതാണ് മൂപ്പരുടെ ആ വന്ധ്യമായ മേഘഗർജനം. പക്ഷേ വമാ റബ്ബുൽ ആലമീൻ ചോദിക്കുക. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖാല റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ, റബ്ബുൽ ആലമീൻ ആരാ? റബ്ബുസ് സമാവാത് വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്. വമാ ബൈനഹുമാ, അവക്കിടയിലുള്ളതിൻ്റെയും ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾ ദൃഢവിശ്വാസികളാണ് എങ്കിൽ മനസ്സിലാക്കിക്കോളി. അപ്പോൾ ഖാല ലിമൻ ഹൗലഹു അലാ തസ്തമിഊൻ, ഫിർഔൻ തൻ്റെ ചുറ്റുമുള്ള ആളുകളോട് പറയാണ്. കാരണം എന്താ? ഫിർഔൻ്റെ കുറേ പാവകൾ അവിടെ ഉണ്ട്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കൈയടിച്ച് മൂളുന്ന കുറേ ആളുകൾ. നിങ്ങൾ കേൾക്കണില്ല ഈ മൂസ പറയുന്ന ഈ വർത്താനം? അതാണ് ആ ശൈലി. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ഖാല റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, ആരെൻ്റെ റബ്ബ്? റബ്ബുൽ ആലമീൻ ആരാ? റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ റബ്ബ് ആരാണ്? അവനാണ് റബ്ബ്. അപ്പോൾ ഫിർഔൻ ഖാല ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ, ഉത്തരം മുട്ടിയ കൊഞ്ഞനം കാട്ടുകയെന്നാണല്ലോ. ഫിർഔൻ തൻ്റെ ആളുകളോട് പറയാണ്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ഭ്രാന്തനാണ്. എളുപ്പമുണ്ട് പറയാൻ. മൂസാനെ കുറിച്ച് പറയാണ്, കണ്ടോ, ഭ്രാന്തൻ. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും താഖിലൂൻ, റബ്ബുൽ ആലമീൻ ആരാ? റബ്ബുൽ മശ്രിഖ് വറബ്ബുൽ മഗ്രിബ്, പശ്ചിമദേശത്തിൻ്റെയും പൗരസ്ത്യദേശത്തിൻ്റെയും റബ്ബ് ആരാണോ അവനാണ്. വമാ ബൈനഹുമാ, അവക്കിടയിലുള്ളതിൻ്റെയും ഇൻ കുൻതും താഖിലൂൻ, തലച്ചോറുണ്ട് എങ്കിൽ കേട്ടോളി എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന് മുമ്പിൽ പറഞ്ഞത്. അപ്പോൾ ഫിർഔൻ താൻ റബ്ബാണെന്ന് വാദിച്ച് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നിഷേധിക്കുവാനും അത് തനിക്ക് സ്ഥാപിക്കുവാനും പെടാപാടുപെട്ട ഒരു ദുഷ്ടഭരണാധികാരിയാണ്. പക്ഷേ ഫിർഔൻ്റെ ആ മേഘഗർജനം കേവലം ഉപരിപ്ലവമായിരുന്നു. അവൻ്റെ ഉള്ളിൽ തന്നെയും റബ്ബ് ആരാണ് എന്നുള്ളത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറയുന്നുണ്ട്, ലഖദ് അലിംത മാ അൻസല ഹൗലായി ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദി ബസായിർ വ ഇന്നി ലഅദുന്നുക യാ ഫിർഔന മസ്ബൂറ. എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഫിർഔൻ പറയാണ്, ലഖദ് അലിംത, ഫിർഔൻ നീ മനസ്സിലാക്കിയിട്ടുണ്ട്, മാ അൻസല ഹൗലായി, എൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളെ അവതരിപ്പിച്ചിട്ടില്ല, ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബല്ലാതെ, ബസായിർ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളായിട്ടാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് ഈ ദൃഷ്ടാന്തങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. വ ഇന്നി ലഅദുന്നുക യാ ഫിർഔന മസ്ബൂറ, ഫിർഔൻ നീ ശാപമേറ്റു വാങ്ങിയവരുടെ കൂട്ടത്തിലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 9 ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു നൽകിയിരുന്നു. 9 ആയാത്ത്, 9 ദൃഷ്ടാന്തങ്ങൾ. ആ ദൃഷ്ടാന്തങ്ങൾ നൽകിയത് ആരാണ്? അത് റബ്ബുസ് സമാവാതി വൽ അർദാണ്, വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്. ഫിർഔൻ തൊള്ളോണ്ട് പറയണത് എന്താ? അങ്ങനെ ഒരു റബ്ബില്ല, ഞാനാണ് റബ്ബ് എന്നാണ്.
അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ലഖദ് അലിംത്, ഫിർഔൻ നീ മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ നൽകിയത് ആരാണ്? വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്. ഈ ദൃഷ്ടാന്തങ്ങൾ അത് ബസായിർ, കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഏതാ 9 ദൃഷ്ടാന്തങ്ങൾ? ഏതാ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വടി, പിന്നെ ഒന്ന് കൈ പാർശ്വത്തിൽ വെച്ചാൽ അത് വെള്ളയായി വെളുത്ത് തിളങ്ങുന്നത്. അതേപോലെ ഇസ്രായേലിയർക്കുണ്ടായ ചില പരീക്ഷണങ്ങൾ, അവർക്ക് കാലക്കെടുതികളുണ്ടായി, അതേപോലെ തന്നെ വരൾച്ച ഉണ്ടായി, അതേപോലെ ഫർസൽന അലൈഹിം തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വദ്ദഫാദിഅ വദ്ദം ആയാത്തിൻ മുഫസ്സലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പേന്, തവള, രക്തം, അതേപോലെ തന്നെ ജറാദ്, വെട്ടുകിളി തുടങ്ങിയ ദൃഷ്ടാന്തങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്രായേലിയരിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 9 ദൃഷ്ടാന്തങ്ങൾ. ആ ദൃഷ്ടാന്തങ്ങൾ അത് അവതരിപ്പിച്ചത് അള്ളയാണ്, റബ്ബാണ്, വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് എന്ന് ഫിർഔൻ നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയണം. പക്ഷേ ഉപരിപ്ലവമായ ഗോഷ്ഠികളാണ് ഫിർഔൻ്റേത്. ഫിർഔൻ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നിഷേധിച്ചു, അത് തനിക്കാണ് എന്നുള്ളത് ശബ്ദിച്ചു. പക്ഷേ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ളതെന്താ? അത് അവനറിയാം അള്ളാഹുവാണ് റബ്ബ് എന്നത്. പക്ഷെ താൻ റബ്ബാണ് എന്ന് ജൽപ്പിക്കുകയാണ് ഫിർഔൻ ചെയ്തത്. റബ്ബ് എന്ന നാമം അത് അതിമഹനീയമാണ്. അള്ളാഹുവിൻ്റെ റബ്ബ് എന്ന നാമം നമ്മൾ പറഞ്ഞു, സൃഷ്ടിയെ പരിപാലിക്കുന്നവൻ, സൃഷ്ടിയെ നിയന്ത്രിക്കുന്നവൻ, സൃഷ്ടിയെ പരിരക്ഷിക്കുന്നവൻ, സൃഷ്ടിക്ക് മാർഗം കാണിക്കുന്നവൻ, ഇതെല്ലാമാണ് റബ്ബ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ടായിരിക്കണം നമ്മൾ ആ റബ്ബ് എന്നുള്ള നാമം വിളിക്കേണ്ടതും അതുകൊണ്ട് ദുആ ഇരക്കേണ്ടതും. ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ വാരിദായ വന്ന ദുആ റബ്ബ് എന്ന വിളിയിൽ ഉള്ള ദുആയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹവ്വ അലൈഹസ്സലാം അവരുടെയും ദുആ നമുക്കറിയാം. അവരിൽ നിന്നൊരു വീഴ്ച വന്നപ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ച് ദുആയിരുന്നു. എന്താ ദുആ? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തന്നു, ഖാല റബ്ബന ളലംന അൻഫുസന ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഖാല ആദമും ഹവ്വയും ദുആ ചെയ്തു, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ളലംന അൻഫുസന ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു, അതുകൊണ്ട് നീ ഞങ്ങളോട് പുറത്തില്ല എങ്കിൽ, ഞങ്ങൾക്ക് മാപ്പാക്കിയില്ല എങ്കിൽ, കരുണ കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അവിടെ റബ്ബന എന്ന് വിളിച്ചാണ് അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വ ഉമ്മയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തത്. അതേപോലെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ, റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ്, റബ്ബി എൻ്റെ റബ്ബേ, ഇഗ്ഫിർലി നീ എന്നോട് പൊറുക്കണമേ, വലി വാലിദൈ എൻ്റെ മാതാപിതാക്കളോടും, വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അവിടെ നോക്കൂ, നിങ്ങൾ റബ്ബ് എന്ന് വിളിച്ചിട്ടാണ് ദുആ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. ഹാജറിനെയും ഇസ്മായിൽ അലൈഹിമസ്സലാം മക്കയിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് മടങ്ങുമ്പോൾ റബ്ബന ഞങ്ങളുടെ റബ്ബേ എന്ന് വിളിച്ചാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. അതേപോലെ അദ്ദേഹത്തിൻ്റെ ദുആ, റബ്ബി ഹബ്ലി ഹുക്മ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽ ലി മിൻ വറസതി ജന്നത്തിൻ നഈം. റബ്ബി ഹബ്ലി ഹുക്മ, പഠിച്ചോനെ നീ എനിക്ക് ഹുക്കും ദാനമായി നൽകണമേ, സാലിഹീങ്ങളിൽ നീ എന്നെ ചേർക്കണമേ, പിൽക്കാലക്കാരിൽ ഒരു സൽകീർത്തി നീ എനിക്ക് നിശ്ചയിക്കണമേ, അനുഗ്രഹത്തിൻ്റെ സ്വർഗീയ തോട്ടങ്ങൾ അനന്തരമെടുക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുമ്പോൾ റബ്ബ് എന്ന് വിളിച്ചാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. ഇബ്രാഹിമും ഇസ്മായിലും ദുആ ചെയ്തത് ഖുർആനിൽ കാണാം. കഅബ നിർമ്മിച്ചതിന് ശേഷം ആ നിർമ്മാണം, അവരുടെ അധ്വാനം അള്ളാഹു കബൂലാക്കാൻ അവർ ദുആ ചെയ്തു. എന്താ ദുആ? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. റബ്ബന ഞങ്ങളുടെ റബ്ബേ,
ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ ധാരാളം ദുആകൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ, റബ്ബി ലിമ അൻസൽത മിൻ ഖൈരിൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മദ്യൻ ദേശത്തിൽ നിന്ന് മടങ്ങി മദ്യനിലെത്തി. പരദേശിയാണ്, ഈജിപ്തുകാരനാണ്. മദ്യനിലേക്ക് ഓടിയെത്തി. എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നത് കണ്ട്. അപ്പോൾ 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ മാറി നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഇടയന്മാരൊക്കെ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം തിരക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം കുടിപ്പിക്കാറുള്ളൂ. ഞങ്ങളുടെ വാപ്പൊരു വൃദ്ധനായ മനുഷ്യനാണ്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ആ ദൗത്യത്തിൽ സഹായിച്ചതിന് ശേഷം അവിടെ നിൽക്കുകയാണ്, ആരോരുമില്ലാത്ത ഒരു സ്ഥലത്തിൽ, തന്നെ അറിയുന്ന ആളുകളില്ലാത്ത സ്ഥലത്ത്. അപ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാണ്, റബ്ബ്, എൻ്റെ റബ്ബേ, നീ വല്ല ഖൈറും ചൊരിയുന്നുവെങ്കിൽ ആ ഖൈറിന് ആവശ്യക്കാരനും ഫക്കീറുമാണ് ഞാൻ എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. ഇതേപോലെ ഇബാദുർ റഹ്മാൻ്റെ ദുആ എന്താ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? ഇബാദുർ റഹ്മാൻ്റെ ദുആ, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുൻ. റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. റബ്ബന എന്ന് വിളിച്ചുകൊണ്ടാണ് ആ ദുആ. ഇതേപോലെ അഹ്ലുൽ ഇൽം, പണ്ഡിതന്മാരുടെ ദുആ എന്ന പേരിൽ പ്രസിദ്ധമായൊരു ദുആ വിശുദ്ധ ഖുർആനിലുണ്ട്. ആ ദുആ എങ്ങനെ? റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബന ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. ഇവിടെ ഈ ദുആ ഉണ്ടല്ല, അത് ആരുടേതാണ്? അത് പണ്ഡിതന്മാരുടെ. വറാസിഖൂന ഫിൽ ഇൽമ്, അറിവിൽ അഗ്രഗണ്യന്മാരായ നിപുണന്മാരായ പണ്ഡിതന്മാർ, അവർക്കുള്ള ദുആയാണ് ഈ ദുആ. എന്താ ദുആ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഅ ഖുലൂബന, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കരുത്, ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. ഇന്നക അൻതൽ വഹാബ് റബ്ബന ഇന്നക ജാമിഉൻ നാസ് ലിയൗമിൻ ലാ റൈബ ഫീഹ്. നോക്കൂ നിങ്ങൾ, ഈ ദുആയിൽ 2 തവണ റബ്ബന എന്നുള്ളത് ആവർത്തിച്ചു വന്നു. ചില ദുആകൾ തുടർച്ചയായിട്ടുള്ള ആയത്താണ്, അതിൽ റബ്ബന എന്നുള്ളത് ആവർത്തിച്ച് വന്നത് കാണാൻ സാധിക്കും. ഇപ്പം സൂറത്ത് ആലി ഇമ്രാൻ്റെ അവസാനത്തിൽ റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിദ്ദാലിമീന മിൻ അൻസാർ റബ്ബന ഇന്നനാ സമീഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബികും ഫആമന്ന റബ്ബന ഫഗ്ഫിർ ലനാ വകഫിർ അന്നാ സയ്യിആതിന വതവഫനാ മഅൽ അബ്റാർ. 2 ആയത്തുകളിൽ എത്ര തവണയാണ് റബ്ബന ആവർത്തിച്ചു വന്നത്? അതുപോലെ സൂറത്തുൽ ബഖറന്റെ അവസാനത്തിലുള്ള ആയത്തിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ തുടങ്ങുന്ന ആയത്തിൽ റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ തുടങ്ങി റബ്ബന ആവർത്തിച്ചത് കാണാൻ സാധിക്കും. അതെന്തിനാ? റബ്ബ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം, അത് വിളിച്ചുകൊണ്ടുള്ള ദുആക്കുള്ള പ്രാധാന്യമാണ്, അതിനുള്ള സ്വാധീനവും മഹത്വമാണ് അത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാമം അത് വളരെ ഗൗരവത്തിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടങ്ങളിൽ ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എങ്ങനെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ തുടങ്ങുന്നത്? അല്ലാഹുമ്മ അൻത റബ്ബി എന്നാണ്. അൻത റഹ്മാൻ, അൻത റഹീം അങ്ങനെയല്ല, അൻതൽ അസീസ് അങ്ങനെയല്ല. പിന്നെയോ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത് എന്ന് പറഞ്ഞാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ തുടങ്ങുന്നത്. വേറെ ചില തിരുമൊഴികൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായ വിഷയമാണത്. എന്താണത്? നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ ചില വിഷയമാണ്. ഒന്ന്, അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിൽ നിവേദനം. അദ്ദേഹം പറയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ? ദാഖ തഅമുൽ ഈമാൻ മൻ റദിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ
അള്ളാഹുവിനെ റബ്ബായി പ്രീതിപ്പെട്ടവൻ, ഇസ്ലാമിനെ ദീനായി പ്രീതിപ്പെട്ടവൻ, മുഹമ്മദ് നബിയായി പ്രീതിപ്പെട്ടവൻ, ദാഖ തഅമുൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു, അനുഭവിച്ചു എന്നാണ് പറഞ്ഞത്. എന്താ ഇതിനർത്ഥം? അള്ളാഹുവിനെ റബ്ബായി പ്രീതിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുക. അള്ളാഹു ആകുന്നു രക്ഷാകർത്താവ്, അവനല്ലാതെ മറ്റൊരു രക്ഷാകർത്താവില്ല. അതിൽ നമ്മൾ പ്രീതിപ്പെടുക. അത് നമ്മൾ അള്ളാഹുവിന് സമ്മതിക്കുക. പടച്ചോനാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് സ്ഥിതി നിയന്ത്രിക്കുന്നത്, അള്ളാഹു ആകുന്നു അനുഗ്രഹദാതാവ്, അള്ളാഹുവിൻ്റെ കൽപ്പനയിലും കാര്യത്തിലുമാണ് ഞാനുള്ളത്. അതിൻ്റെ തേട്ടാണ് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ഒരാൾ റബ്ബായി പ്രീതിപ്പെട്ടാൽ, ഇസ്ലാമിനെ ദീനായി പ്രീതിപ്പെട്ടാൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി പ്രീതിപ്പെട്ടാൽ അയാൾ ദാഖ തഅമുൽ ഈമാൻ, ഈമാനിൻ്റെ രുചി ആസ്വദിച്ചു എന്നാണ്. ഈമാനിൻ്റെ രുചി ആസ്വദിച്ചാലാണ് ഈ ലോകത്തെ രക്ഷ, പരലോകത്തു രക്ഷ. ആ രക്ഷ ഒരാൾ നേടിയവനാകാൻ അള്ളാഹിനെ റബ്ബായി പ്രീതിപ്പെടണം. ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായും പ്രീതിപ്പെടണം. മറ്റൊരു തിരുമൊഴി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നത് ഒരാൾ കേട്ടാൽ, എന്നിട്ട് വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ ഗുഫിറ ലഹു ദംബുഹു, അവൻ്റെ പാപങ്ങൾ അവന് പൊറുക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ. പലരും ഈ ഒരു ദിക്ർ നിത്യമാക്കുന്നതിൽ വീഴ്ച വരുന്നവരാണ്. പലർക്കും അതറിയില്ല. എന്താ പറയേണ്ടത്? ബാങ്ക് കൊടുക്കണത് കേൾക്കുമ്പോൾ വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റദീതു ബില്ലാഹി റബ്ബ, ഞാൻ അള്ളാഹുവിനെ റബ്ബായി പ്രീതിപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി പ്രീതിപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളെ നബിയായി പ്രീതിപ്പെട്ടിരിക്കുന്നു. ഇത് പ്രഖ്യാപിച്ചാൽ എന്താ? ഗുഫിറ ലഹു ദംബുഹു, അവൻ്റെ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും എന്നുള്ളതാണ്. മറ്റൊരു തിരുമൊഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അബൂ സല്ലാമിൽ നിന്നാണ്. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മാ മിൻ മുസ്ലിമിൻ യഖൂലു ഹീന യുംസി വ ഹീന യുസ്ബിഹ്, പ്രദോഷത്തിൽ രാവിലെയും വൈകുന്നേരവും ഒരു മുസ്ലിം റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ എന്ന് ചൊല്ലിയാൽ, ചില റിവായത്തുകളിൽ അത് 3 തവണ ചൊല്ലിയാൽ, ഇല്ലാ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുർദിയഹു യൗമൽ ഖിയാമ, ആ മനുഷ്യനെ പ്രീതിപ്പെടൽ എപ്പോൾ? അന്ത്യനാളിൽ. അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണ് എന്നാണ് പറഞ്ഞത്. അള്ളാഹു ബാധ്യതയായി ഏറ്റിരിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാ പ്രഭാതങ്ങളിലും എല്ലാ പ്രദോഷങ്ങളിലും ചെല്ലേണ്ട ഒരു ദിക്റാണ് റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ, ചില റിപ്പോർട്ടുകളിൽ വബി മുഹമ്മദിൻ റസൂല. അപ്പോൾ റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ റസൂല, അള്ളാഹുവിനെ റബ്ബായി പ്രീതിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയും റസൂലുമായിട്ട് ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു. ഇത് സമ്മതിക്കുക, ഇത് നമ്മൾ അള്ളാഹ്ക്ക് അംഗീകരിക്കുക. എല്ലാ പ്രഭാതത്തിലും 3 തവണ, എല്ലാ പ്രദോഷങ്ങളിലും 3 തവണ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യനെ പ്രീതിപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ആ മനുഷ്യനിൽ അവതരിക്കുകയാണ്. അന്ത്യനാളിൽ ആ മനുഷ്യനെ പ്രീതിപ്പെടുക എന്നുള്ളത് അള്ളാഹു അവൻ്റെ ഹക്കായി ഏറ്റിരിക്കുന്നു എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ റബ്ബായി പ്രീതിപ്പെടുക എന്നുള്ളത് ഇതിൽ ഒന്നാമത്തെ വിഷയമാണ്. ഈ ദുആകളിലെല്ലാം ഒന്നാമത് അതാണ്. അത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള സംഗതിയാണ്. നമ്മളെ അള്ളാഹു പ്രീതിപ്പെടാൻ ഏറെ അനിവാര്യമായ കരണീയമായൊരു വിഷയമാണ്.
രാവിലെയും വൈകുന്നേരമൊക്കെ ഈ ദിക്റുകൾ മനുഷ്യന്മാർ നിത്യമാക്കാൻ, ഇതുപോലത്തെ മറ്റ് ദിക്റുകൾ നിത്യമാക്കാൻ മനുഷ്യന്മാർ സമയം കാണുക തന്നെ വേണം. അതിനൊരു നയിപ്പുമില്ല, കുറേ ടൈമും വേണ്ട, അതിനൊരു സ്പോൺസർ അംഗീകാരം അനുവാദം വേണ്ട. പെണ്ണുങ്ങളെയും കുട്ടികളെയും ഓല ഇതുമില്ല, വിഷയമല്ല. ഇയാൾ കുറേ ടൈം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, പെരി കിട്ടണില്ല, അങ്ങനത്തെ ഒന്നും കംപ്ലൈൻ്റ് ഇല്ല. കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് സമയം നമുക്ക് ചെല്ലാനുള്ള ഒരു 10, 24, 25 ദിക്റുകളാണ്. ആ ദിക്റുകളിൽ ചിലത് 3 തവണ ആവർത്തിക്കേണ്ടതുണ്ട്, ചിലത് ഒരു ദിക്ർ 7 തവണ ആവർത്തിക്കേണ്ടതുണ്ട്, ഒരു ദിക്ർ 4 തവണ ആവർത്തിക്കേണ്ടതുണ്ട്. ബാക്കി ചില ദിക്റുകൾ 3 തവണ ആവർത്തിച്ചാൽ മതി. അതിൽപ്പെട്ടാണ് നമ്മുടെ ഈ ദിക്ർ. പിന്നുള്ളതൊക്കെ ഓരോ പ്രാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 10 സലാത്തും രാവിലെ, അതേപോലെ വൈകുന്നേരം. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്, അത് 3 തവണ വീതം. മറ്റ് ദിക്റുകൾ കുറച്ച്, അത് ഓരോ തവണ. അതിന് സമയം നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് കുറേ റാഹത്താണ്, കുറേ അനുഗ്രഹമാണ്, അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖാണ്. ചിലരിങ്ങനെ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അങ്ങോട്ട് ഇങ്ങോട്ട്. പക്ഷെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ കാരുണ്യാതിരേകത്താൽ അരുളിയതായ ഇത്തരം സുരക്ഷാ വിഭവങ്ങൾ, സുരക്ഷയുടെ മാർഗങ്ങൾ, ഇത് നമ്മൾ അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം. അത് അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും നമ്മളിൽ അരുളപ്പെടാൻ കരുണീയമായ മഹത്തായ ദിക്റാണ് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അർ-റബ്ബ് എന്നുള്ള അള്ളാഹുവിൻ്റെ തിരുനാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഏതാനും കാര്യങ്ങൾ ഉണർത്തിയത്. അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറ്റൊരു തിരുനാമം നമ്മുടെ വിഷയമാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം നമുക്ക് അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഈ പുണ്യത്തിൻ്റെ വേദിയിൽ അള്ളാഹു നമ്മളെ സമ്മേളിപ്പിച്ചതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.